വൈരാഗ്യങ്ങളുടെയും പേരിൽ മാത്രം തട്ടിക്കൂട്ട് സഖ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ അജണ്ടകൾ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ്. വി ഡി സതീശൻ ഞങ്ങളെ മാനിക്കുന്നില്ല. സുകുമാരൻ നായർ പറഞ്ഞ ഒരു വാചകം PG ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോൺഗ്രസ് വി ഡി സതീശനെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇതെന്താണ്? സുകുമാരൻ നായരുടെ വീട്ടിലെ തൊഴുത്തിലെ പശുവോ കാളയോ വല്ലോ ആണോ വി ഡി സതീശൻ? വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം അത് തന്നെ. വി ഡി സതീശൻ അഹങ്കാരിയാണ്, പന്നനാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറയുന്നു. വി ഡി സതീശൻ എന്തുമാണ് ഈ സമൂഹത്തോട് ചെയ്ത ദ്രോഹം? നായർ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈഴവ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പാടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? 55% പേരാണ് നോർത്ത് പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയില് പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് ഈഴവരാണ്. അവിടെ നിന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി വരുന്നത്. 2011 10 ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ പറവൂരിൽ ക്യാമ്പ് ചെയ്ത് സതീശനെ തോപ്പിക്കാൻ ശ്രമിച്ചത്. 2016 സമാനമായ സ്ഥിതി ഉണ്ടായി. അപ്പൊ സമുദായ നേതാക്കൾ പറയുന്ന ഭീഷണി ഒന്നും കേരളത്തിലെ വോട്ടർമാർ ഗൗനിക്കാറില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സതീശന്റെ ഈ 25 വർഷത്തെ പാർലമെന്ററി ജീവിതം എന്ന് പറയുന്നത്. അവരൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അവരല്ലേ അവരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സമുദായങ്ങൾ ഉറപ്പിച്ചാൽ അത് പറയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇവർ പറയുന്ന പോലെ തുള്ളാണ്ടിരിക്കുന്നവരാണോ അവരാരും? ഇതേ വാദങ്ങൾ എന്താണ് BJPയുടെ നേതാവിനെ കുറിച്ചോ CPMന്റെ നേതാവിനെ കുറിച്ചോ പറയാൻ ഈ രണ്ടു കൂട്ടർക്ക് ധൈര്യമില്ലല്ലോ. കേരളത്തിൽ 2001 AK ആന്റണി ഗവൺമെന്റ് കാലത്താണ് സ്വാശ്രയ കോളേജുകൾ നാടുകളെ എല്ലാവർക്കും പതിച്ചു കൊടുത്ത്. അത് ഇവരുടെ ആപ്ലിക്കേഷൻ ഒരെണ്ണമെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വന്ന UDF ഗവൺമെന്റുകൾ റിജക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ എവിടെയാണ് റിജക്ട് ചെയ്യപ്പെട്ടുള്ളത്? ഈ 30 വർഷത്തിലധികമായി ഈ രണ്ട് മഹാന്മാരായ നേതാക്കന്മാരും ഈ സമുദായങ്ങളുടെ തലപ്പത്തിരിക്കുകയാണ്. ഈ മഹാന്മാരായ നേതാക്കന്മാർ എന്താണ് ഈ സമുദായത്തിന് വേണ്ടി ചെയ്തത്? മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും ഈഴവർക്കും ഉള്ള അസൂയയുടെ കാരണം. അത് അവരുടെ കഷ്ടപ്പാടിന്റെയാണ്. അതിന് ഇവരുടെ ആരുടെ ഔദാര്യം അവർ ആരും കയറി പിടിച്ചിട്ടില്ലല്ലോ. നായാടി മുതൽ നസ്രാണി വരെ. നസ്രാണി എന്തിനാണ് ഇവർ കൂട്ടുപിടിക്കുന്നത്? നസ്രാണിക്ക് ഇന്ന കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നസ്രാണികൾ പറയട്ടെ. അതിനെന്തിനാണ് ഈ ഒരു കെട്ടിന്റെ ആവശ്യം? എന്താണ്? ക്രിസ്ത്യാനികളാണ് ഇവിടുത്തെ എല്ലാം അടിച്ചോണ്ട് പോകുന്നതായിരുന്നു ആദ്യം വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പം മാറി പ്ലേറ്റ് മാറ്റി മുസ്ലിങ്ങളുടെ വിടലിക്കോട്ട് വെച്ചേക്കുന്നുള്ളൂ. ഇവിടെ സതീശൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, രമേശ് ചെന്നിത്തല ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. ഞങ്ങൾ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാകണം. അതൊക്കെ വള്ളി പറഞ്ഞാൽ മതി.